കൃഷിയിടങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികൾക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത്. 1.5 വർഷത്തെ കാലയളവിനുള്ളിൽ കാർഷിക മേഖലയ്ക്കും പൊതുജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയ 101 കാട്ടുപന്നികളെയാണ് ഇതിനകം ഇവിടെ വെടിവെച്ചു കൊന്നത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള കൃഷികളാണ് പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചിരുന്നത്. കാർഷിക മേഖലയ്ക്ക് മാത്രമല്ലായിരുന്നു കാട്ടുപന്നി ആക്രമണം. കാട്ടുപന്നി പകലും രാത്രിയും വിലസാൻ തുടങ്ങിയപ്പോൾ ആശാ വർക്കർ അടക്കമുള്ള കാൽനടയാത്രക്കാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം വരെ ഉണ്ടായി. അങ്കണവാടി കുട്ടികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭയന്നാണ് വിദ്യാലയങ്ങളിൽ പോയിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ വാഴ ഉൾപ്പെടെയുള്ള കൃഷികളും പന്നികൾ നശിപ്പിച്ചിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പന്നിശല്യത്തെക്കുറിച്ച് അനവധി പരാതികളാണ് പഞ്ചായത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കർശന നടപടിയുമായി മുന്നോട്ട് വന്നത്. എംപാനൽ ഷൂട്ടർ CK വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് വീഴ്ത്താൻ രംഗത്തെത്തിയത്. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീശയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ചേർന്നാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. വെടിവെച്ച് വീഴ്ത്തിയ പന്നികളെ കുണ്ടൂർ മലയിലെ ആളൊഴിഞ്ഞ മേഖലയിലാണ് സംസ്കരിക്കാറുള്ളത്. അക്രമകാരികളായ പന്നികൾക്കെതിരെ ശക്തമായ നടപടികൾ ഇനിയും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി കാട്ടുപന്നികളുടെ ആക്രമണം, അതേപോലെ തന്നെ കർഷകർക്ക് മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമുക്കിപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് 101ഓളം പന്നികൾ നമുക്ക് വെടിവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സഹായം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊട്ടിയൂർ റേഞ്ച് ഷൂട്ടർ, എംപാനൽ ഷൂട്ടറായ വിനോദാട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. അപ്പോൾ എരഞ്ഞോളിയെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് കർഷകർ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുക്കൾ ഒന്നും തന്നെ തിരിച്ചു കിട്ടാത്ത ഒരു പ്രതീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. താൽക്കാലികമായ ഒരു ആശ്വാസം ഇപ്പം കിട്ടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇനിയും അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ്. പന്നിശല്യം രൂക്ഷമായ സ്ഥലത്ത് പഞ്ചായത്ത് കർഷകർക്ക് സൗജന്യമായി കമ്പിവേലി നിർമ്മിച്ചു നൽകുന്നുമുണ്ട്. കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടർ CK വിനോദ് പന്നിവേട്ടയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനിവിടെ കണ്ണൂർ ഡിസ്ട്രിക്ട് എംപാനൽ ഷൂട്ടറാണ് ഫോറസ്റ്റിൻ്റെ. അപ്പം ഇവിടെ പന്നിശല്യം കാരണം ഈ കൃഷിക്കാരെ പ്രസിഡൻ്റ് അഭ്യർത്ഥന മാനിച്ചിട്ട് ഇപ്പോൾ ഇവിടുത്തെ എരഞ്ഞോളി പഞ്ചായത്തിൽ 101ഓളം പന്നികളെ ഇതുവരെ നമ്മൾ കൊന്നൊടുക്കിയത്. പിന്നെ ഇനി ഇഷ്ടം പോലെ ഉണ്ട്, കൂടുതലുണ്ട്. രാത്രിയും പകലുമായിട്ട് ഇനിയും അവരാവശ്യപ്പെടുന്നതനുസരിച്ച് ഷൂട്ട് ചെയ്യും. പിന്നെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളായിട്ട് 500ഓളം പന്നീനെ ഇപ്പം 1.5 വർഷത്തിനുള്ളിൽ ഞാൻ തന്നെ ഇവിടുന്ന് വെടിവെച്ചിട്ടുണ്ട് നമ്മളെ പെനലിൽ. അതിന് എല്ലാ സഹകരണവും ഫോറസ്റ്റിൽ നിന്നും അതുപോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടാറുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. കർഷകനായ P മുകുന്ദനും ചിലത് പറയാനുണ്ട്. പന്നിശല്യം കൊണ്ട് ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അതിപ്പോൾ റേഞ്ച് ഓഫീസർ വന്നിട്ട് വെടിവെച്ച്, അതുകൊണ്ട് ചെറിയൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും വിചാരിക്കുന്നു. എംപാനൽ ഷൂട്ടർ സഹായി M സതീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ P ഷിംജിത്ത്, CK ഷക്കീൽ, സെൽവരാജ്, ബാബു എന്നിവരും ഇവരോടൊപ്പം പന്നി തുരത്തലിന് രംഗത്തുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.